യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, മഹനായിൻ ചാനലിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 8-ാം അധ്യായമാണ്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 8-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 34 വാക്യങ്ങൾ. ചോദ്യം 2. 8-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 1 ശീർഷകം. ഗിദെയോന്റെ മരണം എന്ന ഒരു ശീർഷകമാണ് 8-ാം അധ്യായത്തിലുള്ളത്. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്നത്. ന്യായാധിപന്മാർ 8:1. എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ചോദ്യം 3. എഫ്രായിംകാർ ഗിദെയോനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്ന് ഗിദെയോനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം, എഫ്രായിംകാർ. ന്യായാധിപന്മാർ 8:2. അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസാരം. എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. ചോദ്യം 5. അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ഉത്തരം, എഫ്രായിംകാർ ഗിദെയോനെ. എഫ്രായിംകാർ ഗിദെയോനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. ചോദ്യം 6. എഫ്രായിംകാർ ഗിദെയോനെ എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? ഉത്തരം, മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ എഫ്രായിംകാരെ വിളിക്കാത്തതിന്. മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ എഫ്രായിംകാരെ വിളിക്കാത്തതിനാണ് അവർ ഗിദെയോനെ കുറ്റപ്പെടുത്തിയത്. 7-ാമത്തെ ചോദ്യം. എഫ്രായിംകാർ കുറ്റപ്പെടുത്തിയപ്പോൾ ഗിദെയോൻ എന്തു മറുപടിയാണ് അവർക്ക് കൊടുത്തത്? ഉത്തരം, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസാരം. എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. ചോദ്യം 8. നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസാരം. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, ഗിദെയോൻ തന്നെ നിഷ്കരണം കുറ്റപ്പെടുത്തിയ എഫ്രായിംകാരോട്. ഗിദെയോൻ തന്നെ നിഷ്കരണം കുറ്റപ്പെടുത്തിയ എഫ്രായിംകാരോടാണ് ഇപ്രകാരം പറഞ്ഞത്. ചോദ്യം 9. എഫ്രായിമിലെ കാലാപെറുക്കൽ എന്തിനേക്കാൾ മെച്ചമാണെന്നാണ് ഗിദെയോൻ എഫ്രായിംകാരോട് പറഞ്ഞത്? ഉത്തരം, അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ മെച്ചമാണ് എഫ്രായിമിലെ കാലാപെറുക്കൽ. ചോദ്യം 10. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം എന്താണെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം, എഫ്രായിമിലെ കാലാപെറുക്കൽ. ന്യായാധിപന്മാർ 8:3. മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം. ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. ന്യായാധിപന്മാർ 8:3. ചോദ്യം 11. മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും ആരുടെ കൈകളിലാണ് ദൈവം ഏൽപ്പിച്ചത്? ഉത്തരം, എഫ്രായിംകാരുടെ കൈകളിൽ. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം. ഇപ്രകാരം ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ഗിദെയോൻ എഫ്രായിംകാരോട്. എഫ്രായിമിലെ കാലാപെറുക്കൽ എന്നതുകൊണ്ട് ഗിദെയോൻ ഉദ്ദേശിച്ചത് എന്താണ്? ഉത്തരം, മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും എഫ്രായിംകാർ പിടികൂടിയത്. മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും എഫ്രായിംകാർ പിടികൂടിയതാണ് എഫ്രായിമിലെ കാലാപെറുക്കൽ എന്നതുകൊണ്ട് ഗിദെയോൻ ഉദ്ദേശിച്ചത്. ചോദ്യം 14. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്ത് എന്താണ്? ഉത്തരം, മിദ്യാൻകാരുമായുള്ള യുദ്ധം. ഗിദെയോൻ മിദ്യാൻകാരുമായി നടത്തിയ യുദ്ധമാണ് അബിയേസറിലെ മുന്തിരിക്കൊയ്ത്ത്. എന്ത് കേട്ടപ്പോഴാണ് എഫ്രായിംകാരുടെ കോപം ശമിച്ചത്? മിദ്യാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരമെന്ന് ഗിദെയോൻ പറഞ്ഞത് കേട്ടപ്പോൾ. ന്യായാധിപന്മാർ 8:4. നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു. ചോദ്യം 16. ന്യായാധിപന്മാർ 8:4 നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നത് ആരാണ്? ഉത്തരം, ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും. ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരുമാണ് നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും
ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നത്? ന്യായാധിപന്മാർ 8:4 നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഗിദെയോനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരെയും കുറിച്ച്. ചോദ്യം 18. ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും എന്താണ് കടന്നത്? ഉത്തരം ജോർദാന്റെ മറുകര. ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും ജോർദാന്റെ മറുകര കടന്നു. ന്യായാധിപന്മാർ 8:5 സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു, ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. ചോദ്യം 19. ജോർദാന്റെ മറുകര കടന്ന ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. ചോദ്യം 20. ജോർദാന്റെ മറുകര കടന്ന ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് തൻ്റെ അനുയായികൾക്ക് എന്തു കൊടുക്കുവിനെന്നാണ് പറഞ്ഞത്? ഉത്തരം കുറച്ച് അപ്പം. ചോദ്യം 21. താൻ ആരെ പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണെന്നാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം മിദ്യാൻ രാജാക്കന്മാരായ സേവായെയും സൽമുന്നായെയും. മിദ്യാൻ രാജാക്കന്മാരായ സേവായെയും സൽമുന്നായെയും ആക്രമിക്കുവാൻ പോവുകയാണ് എന്നാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ന്യായാധിപന്മാർ 8:6 സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു. ചോദ്യം 22. സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ചോദ്യം 23. ആര് നിന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞു എന്നാണ് സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട് ചോദിച്ചത്? ഉത്തരം സേബായും സൽമുന്നായും. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഇത് ആര് ആരോട് ചോദിച്ചതാണ്? ഉത്തരം സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട്. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണമെന്ന് സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട് ചോദിച്ചു. ന്യായാധിപൻ 8:7 ആകട്ടെ, സേബായെയും സൽമുന്നായെയും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചിന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി. അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. ചോദ്യം 25. സേബായെയും സൽമുന്നായെയും കർത്താവ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ സുക്കോത്തിലെ പ്രമാണികളോട് എന്ത് ചെയ്യുമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ ദേഹം, അതായത് സുക്കോത്തിലെ പ്രമാണികളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ചിന്തിക്കീറും. അടുത്ത ചോദ്യം, കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ആരുടെ ദേഹം ചിന്തിക്കളയുമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം സുക്കോത്തിലെ പ്രമാണികളുടെ. ചോദ്യം 27. സുക്കോത്തിൽ നിന്നും ഗിദെയോൻ എവിടേക്കാണ് പോയത്? ഉത്തരം പെനുവേലിലേക്ക്. സുക്കോത്തിൽ നിന്നും ഗിദെയോൻ പെനുവേലിലേക്ക് പോയി. ചോദ്യം 28. പെനുവേൽക്കാരോട് ഗിദെയോൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം സുക്കോത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അവരോടും ആവശ്യപ്പെട്ടു. സുക്കോത്തിലെ ജനങ്ങളോട് ഗിദെയോൻ തൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുതന്നെയാണ് പെനുവേൽക്കാരോടും ഗിദെയോൻ ആവശ്യപ്പെട്ടത്. ചോദ്യം 29. പെനുവേൽ നിവാസികൾ എപ്രകാരമാണ് ഗിദെയോന് മറുപടി നൽകിയത്? ഉത്തരം സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. പെനുവേൽ നിവാസികൾ സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. ന്യായാധിപന്മാർ 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. ചോദ്യം 30. ഗിദെയോൻ പെനുവേൽ നിവാസികളോട് എന്താണ് ന്യായാധിപന്മാർ 8:9 പറഞ്ഞത്? ഉത്തരം വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്നാണ് അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞത്. ചോദ്യം 31. എന്തുകൊണ്ടാണ് വിജയിയായി തിരിച്ചു വരുമ്പോൾ
ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്ന് ന്യായാധിപന്മാർ 8:9 ഗിദെയോൻ പെനുവേൽ നിവാസികളോട് പറയുന്നത്? ഉത്തരം: പെനുവേൽ നിവാസികൾ ഗിദെയോന്റെ പട്ടാളത്തിന് അപ്പം കൊടുക്കാത്തതിനാൽ. ഗിദെയോന്റെ പട്ടാളത്തിന് പെനുവേൽ നിവാസികൾ അപ്പം കൊടുത്തില്ല. അതുകൊണ്ടാണ് വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്ന് ഗിദെയോൻ അവരോട് പറയുന്നത്. ന്യായാധിപന്മാർ 8:10 സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 1,20,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചോദ്യം 32. സേബായും സൽമുന്നായും എവിടെയാണ് താവളമടിച്ചിരുന്നത്? ഉത്തരം: കാർക്കോറിൽ. സേബായും സൽമുന്നായും കാർക്കോറിലാണ് താവളമടിച്ചിരുന്നത്. ചോദ്യം 33. സേബായും സൽമുന്നായും എത്ര ഭടന്മാരോട് കൂടിയാണ് കാർക്കോറിൽ താവളമടിച്ചിരുന്നത്? ഉത്തരം: 15,000-ഓളം ഭടന്മാരോടുകൂടെ. 15,000-ഓളം ഭടന്മാരോടുകൂടിയാണ് സേബായും സൽമുന്നായും കാർക്കോറിൽ താവളമടിച്ചിരുന്നത്. 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നവർ ആരാണ്? ഉത്തരം: സേബായും സൽമുന്നായും. ചോദ്യം 35. സേബായോടും സൽമുന്നായോടും കൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്ന ഭടന്മാർ ആരായിരുന്നു? ഉത്തരം: പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരായിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരായിരുന്നു സേബായോടും സൽമുന്നായോടും കൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്ന ഭടന്മാർ. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ എത്ര ഭടന്മാർ ശേഷിച്ചു എന്നാണ് ന്യായാധിപന്മാർ 8:10 പറയുന്നത്? ഉത്തരം: 15,000-ഓളം ഭടന്മാർ. ചോദ്യം 37. യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നു? ഉത്തരം: 1,20,000 പേർ. 1,20,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യായാധിപന്മാർ 8:11 ഗിദെയോൻ നോബാഹിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. അടുത്ത ചോദ്യം: നോബാഹിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആരാണ് ആക്രമിച്ചത്? ഉത്തരം: ഗിദെയോൻ. ഗിദെയോൻ ഏതു പാതയിലൂടെ ചെന്നാണ് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചത്? ഉത്തരം: നോഹാബിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന്. നോബാഹിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്നാണ് ഗിദെയോൻ ആ സൈന്യത്തെ ആക്രമിച്ചത്. ചോദ്യം 40. നോബാഹിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് ഗിദെയോൻ ആരെയാണ് ആക്രമിച്ചത്? ഉത്തരം: സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന സൈന്യത്തെ, പൗരസ്ത്യ സൈന്യത്തെ. സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന പൗരസ്ത്യ സൈന്യമാണ്, അവരെയാണ് ഗിദെയോൻ ആക്രമിച്ചത്. ന്യായാധിപന്മാർ 8:11 പറയുന്ന സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യം ഏതാണ്? ഉത്തരം: പൗരസ്ത്യ സൈന്യം. ന്യായാധിപന്മാർ 8:11 പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: നോബാഹ്, യോഗ്ബെയ. നോബാഹ്, യോഗ്ബെയ എന്ന 2 സ്ഥലങ്ങളാണ് ന്യായാധിപന്മാർ 8:11 കാണുന്നത്. ന്യായാധിപന്മാർ 8:12 സേബായും സൽമുന്നായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. ഗിദെയോൻ ആക്രമിച്ചപ്പോൾ കാർക്കോറിൽ താവളമടിച്ചിരുന്ന സേബായും സൽമുന്നായും എന്ത് ചെയ്തു? ഉത്തരം: പലായനം ചെയ്തു. ചോദ്യം 44. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. ഗിദെയോൻ പിന്തുടർന്ന് പിടിച്ചത് ആരെയൊക്കെയാണ്? ഉത്തരം: സേബായെയും സൽമുന്നായെയും. സേബായെയും സൽമുന്നായെയുമാണ് ഗിദെയോൻ പിന്തുടർന്ന് പിടിച്ചത്. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായത് എപ്പോഴാണെന്നാണ് ന്യായാധിപന്മാർ 8:12 പറയുന്നത്? ഉത്തരം: പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ഗിദെയോൻ പിന്തുടർന്ന് പിടിച്ചപ്പോൾ. പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ഗിദെയോൻ പിന്തുടർന്ന് പിടിച്ചപ്പോൾ പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. ചോദ്യം 46. പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ആരാണ് പിന്തുടർന്ന് പിടിച്ചത്? ഉത്തരം: ഗിദെയോൻ. ന്യായാധിപന്മാർ 8:13 അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹെറസ് കയറ്റം വഴി മടങ്ങി. അനന്തരം ആരാണ് പടക്കളത്തിൽ നിന്നും മടങ്ങിയത്? ഉത്തരം: യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ.
ചോദ്യം 48. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ എപ്പോഴാണ് പടക്കളത്തിൽ നിന്നും മടങ്ങിയത്? ഉത്തരം: പാലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് പിടിച്ചതിന് ശേഷം. പാലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് പിടിച്ചതിന് ശേഷമാണ് യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്നും മടങ്ങിയത്. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്നും ഏത് വഴിക്കാണ് മടങ്ങിയത്? ഉത്തരം: ഹെറസ് കയറ്റം വഴി. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്നും ഹെറസ് കയറ്റം വഴിയാണ് മടങ്ങിയത്. ന്യായാധിപന്മാർ 8:14. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതി കൊടുത്തു. പടക്കളത്തിൽ നിന്നും മടങ്ങിയ ഗിദെയോൻ വഴിയിൽ ആരെ പിടിച്ചു നിർത്തിയാണ് ചോദ്യം ചെയ്തത്? ഉത്തരം: സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ. ഗിദെയോൻ വഴിയിൽ പിടിച്ചു നിർത്തിയ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ ആരുടെ പേരുകളാണ് എഴുതി കൊടുത്തത്? ഉത്തരം: പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതി കൊടുത്തു. പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേരാണ് സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ ഗിദെയോന് എഴുതി കൊടുത്തത്. അടുത്ത ചോദ്യം: പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് ആരാണ് ഗിദെയോന് എഴുതി കൊടുത്തത്? ഉത്തരം: അവൻ വഴിയിൽ പിടിച്ചു നിർത്തിയ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ. ന്യായാധിപന്മാർ 8:15. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു: ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? ന്യായാധിപന്മാർ 8:15. ന്യായാധിപന്മാർ 8:15 പ്രകാരം ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അടുത്ത ചോദ്യം: ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് ഗിദെയോനെ അധിക്ഷേപിച്ചത് ആരാണ്? ഉത്തരം: സുക്കോത്തിലെ പ്രമാണികൾ. ന്യായാധിപന്മാർ 8:16. അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അടുത്ത ചോദ്യം: ഗിദെയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി എന്ത് ചെയ്തു? ഉത്തരം: കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. ഗിദെയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. ന്യായാധിപന്മാർ 8:17. അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ചോദ്യം 56. ഗിദെയോൻ പെനുവേലിനോട് എന്ത് ചെയ്തു? ഉത്തരം: പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. എന്തുകൊണ്ടാണ് ഗിദെയോൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കിയത്? ഉത്തരം: പെനുവേൽ നിവാസികൾ ഗിദെയോന്റെ പട്ടാളക്കാർക്ക് അപ്പം കൊടുക്കാതിരുന്നതിനാൽ. പെനുവേൽ നിവാസികൾ ഗിദെയോന്റെ പട്ടാളക്കാർക്ക് അപ്പം കൊടുക്കാതിരുന്നതിനാലാണ് നഗരവാസികളെ കൊന്നൊടുക്കിയത്. അടുത്ത ചോദ്യം: ന്യായാധിപന്മാർ 8-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഗോപുരമേത്? ഉത്തരം: പെനുവേൽ ഗോപുരം. ന്യായാധിപന്മാർ 8:18. ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു: താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു: നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. ചോദ്യം 59. താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന് ആരോടാണ് ചോദിച്ചത്? ഉത്തരം: ഗിദെയോൻ സേബായോടും സൽമുന്നായോടും. ഗിദെയോൻ സേബായോടും സൽമുന്നായോടുമാണ് താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന് ചോദിച്ചത്. ചോദ്യം 60. ന്യായാധിപന്മാർ 8:18 ഗിദെയോൻ സേബായോടും സൽമുന്നായോടും എന്താണ് ചോദിച്ചത്? ഉത്തരം: താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്ന് ഗിദെയോൻ ചോദിച്ചപ്പോൾ സേബായും സൽമുന്നായും എന്തു മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം: നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവർ ആരെ പോലെയായിരുന്നു? ഉത്തരം: ഗിദെയോനെ പോലെയായിരുന്നു. താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവർ ഗിദെയോനെ പോലെയായിരുന്നു.
അടുത്ത ചോദ്യം, താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവർ ആർക്ക് സദൃശരായിരുന്നു? ഉത്തരം, രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. ന്യായാധിപന്മാർ 8:19. അവൻ പറഞ്ഞു, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവർ ആരായിരുന്നു എന്നാണ് ഗിദെയോൻ അവരോട് പറഞ്ഞത്. ഉത്തരം, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. താബോറിൽ സേബായും സൽമുന്നയും നിഗ്രഹിച്ചവർ ഗിദെയോന്റെ സഹോദരന്മാരായിരുന്നു, അവന്റെ അമ്മയുടെ പുത്രന്മാരായിരുന്നു. ചോദ്യം 65. അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്ന് ആരെക്കുറിച്ച് ആരോടാണ് ന്യായാധിപന്മാർ 8:19 പറഞ്ഞത്? ഉത്തരം, താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവരെ കുറിച്ച് ഗിദെയോൻ സേബായോടും സൽമുന്നായോടും പറഞ്ഞു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം, ഗിദെയോൻ സേബായോടും സൽമുന്നായോടും. നിങ്ങൾ ആരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്നാണ് ഗിദെയോൻ സേബായോടും സൽമുന്നായോടും പറഞ്ഞത്? ഉത്തരം, താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ച ഗിദെയോന്റെ സഹോദരന്മാരുടെ ജീവൻ. താബോറിൽ വെച്ച് സേബായും സൽമുന്നായും ഗിദെയോന്റെ സഹോദരന്മാരെ നിഗ്രഹിച്ചു. അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്നാണ് ഗിദെയോൻ സേബായോടും സൽമുന്നായോടും പറഞ്ഞത്. നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് ആരെ സാക്ഷിയാക്കിയാണ് ഗിദെയോൻ സേബായോടും സൽമുന്നായോടും പറയുന്നത്? ഉത്തരം, കർത്താവിനെ സാക്ഷിയാക്കി. കർത്താവിനെ സാക്ഷിയാക്കി ഗിദെയോൻ സേബായോടും സൽമുന്നായോടും എന്താണ് പറഞ്ഞത്? ഉത്തരം, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തൻ്റെ സഹോദരന്മാരുടെ ജീവൻ രക്ഷിച്ചിരുന്നുവെങ്കിൽ സേബായെയും സൽമുന്നായെയും കൊല്ലുകയില്ലായിരുന്നു എന്നാണ് ഗിദെയോൻ പറഞ്ഞത്. ന്യായാധിപന്മാർ 8:20. തൻ്റെ ആദിജാതനായി യഥറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. അടുത്ത ചോദ്യം, ഗിദെയോന്റെ ആദ്യജാതൻ ആരാണ്? ഉത്തരം, യഥറാണ് ഗിദെയോന്റെ ആദിജാതൻ. അടുത്ത ചോദ്യം, യഥർ ആരാണ്? ഉത്തരം, ഗിദെയോന്റെ ആദിജാതൻ. എഴുന്നേറ്റ് ആരെ കൊല്ലുക എന്നാണ് തൻ്റെ ആദിജാതനായ യഥറിനോട് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം, സേബായെയും സൽമുന്നായെയും. എഴുന്നേറ്റ് സേബായെയും സൽമുന്നായെയും കൊല്ലുക എന്നാണ് യഥറിനോട് ഗിദെയോൻ പറഞ്ഞത്. എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് ഗിദെയോൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം, തൻ്റെ ആദിജാതനായ യഥറിനോട്. ചോദ്യം 74. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. ന്യായാധിപന്മാർ 8:20 പറയുന്ന യുവാവ് ആരാണ്? ഉത്തരം, ഗിദെയോന്റെ ആദ്യജാതനായ യഥർ. ന്യായാധിപന്മാർ 8:21. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും. ഗിദെയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു. ചോദ്യം 75. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. 8:21 ഇപ്രകാരം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം, ഗിദെയോന്റെ ആദിജാതനായ യഥറിനെ കുറിച്ച്. ന്യായാധിപൻ 8:21 ഗിദെയോന്റെ ആദിജാതനായ യഥറിനെ കുറിച്ചാണ് നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യഥാർ സേബായെയും സൽമുന്നായെയും കൊല്ലുവാൻ ഭയപ്പെട്ടത്? ഉത്തരം, നന്നേ ചെറുപ്പമായിരുന്നതിനാൽ. സേബായും സൽമുന്നായും ഗിദെയോനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഗിദെയോൻ തന്നെ തങ്ങളെ കൊല്ലുക എന്നാണ് സേബായും സൽമുന്നായും ഗിദെയോനോട് ആവശ്യപ്പെട്ടത്. നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, സേബായും സൽമുന്നായും ഗിദെയോനോട്. അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ്. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ഡാഷ്. ഉത്തരം, ബലവും. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും.
ആരാണ് സേബായെയും സൽമുന്നായെയും വധിച്ചത്? ഉത്തരം ഗിദയോൻ. സേബായെയും സൽമുന്നായെയും വധിച്ചതിന് ശേഷം ഗിദയോൻ എന്താണ് ചെയ്തത്? ഉത്തരം അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവനെടുത്തു. ന്യായാധിപന്മാർ 8:22. ഇസ്രായേൽ ജനം ഗിദയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ചോദ്യം 82. തങ്ങളെ ആരൊക്കെ ഭരിക്കുക എന്നാണ് ഇസ്രായേൽ ജനം ഗിദയോനോട് അപേക്ഷിച്ചത്? ഉത്തരം നീയും നിന്റെ പുത്രനും പൗത്രനും. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. സേബായെയും സൽമുന്നായെയും വധിച്ചതിന് ശേഷം ഗിദയോനോട് ഇസ്രായേൽ ജനം എന്താണ് പറഞ്ഞത്? ഉത്തരം നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ചോദ്യം 83. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനം ഗിദയോനോട്. ചോദ്യം 84. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഗിദയോനോട് നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം ഗിദയോൻ അവരെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട്. ഗിദയോൻ അവരെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട്. നീ ഞങ്ങളെ ആരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു എന്നാണ് ഇസ്രായേൽ ജനം ഗിദയോനോട് പറഞ്ഞത്? ഉത്തരം മിദ്യാന്റെ കയ്യിൽ നിന്നും. ന്യായാധിപന്മാർ 8:23. ഗിദയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എൻ്റെ മകനും ഭരിക്കയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ചോദ്യം 87. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ഇസ്രായേൽ ജനം ഗിദയോനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എൻ്റെ മകനും ഭരിക്കയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ആര് നിങ്ങളെ ഭരിക്കുമെന്നാണ് ന്യായാധിപന്മാർ 8:23 ഗിദയോൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം കർത്താവ് നിങ്ങളെ ഭരിക്കും. ന്യായാധിപന്മാർ 8:24. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക. മിദ്യാൻകാർ ഇസ്മായിലരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ 8:24. ചോദ്യം 89. ഗിദയോന് ഇസ്രായേൽ ജനത്തോട് ചോദിക്കുവാനുണ്ടായിരുന്ന ഒരു കാര്യം എന്താണ്? ഉത്തരം കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും തനിക്ക് തരിക. കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും തനിക്ക് തരിക. ചോദ്യം 90. മിദ്യാൻകാർ ആരായിരുന്നു? ഉത്തരം ഇസ്മായേലിയർ. മിദ്യാൻകാർ ഇസ്മായേലരായിരുന്നു. അടുത്ത ചോദ്യം, മിദ്യാൻകാർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം സ്വർണ്ണകുണ്ടലങ്ങൾ. മിദ്യാൻകാർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മിദ്യാൻകാർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത്? ഉത്തരം അവർ ഇസ്മായേലരായിരുന്നതുകൊണ്ട്. മിദ്യാൻകാർ ഇസ്മായേലരായിരുന്നതുകൊണ്ട് അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ 8:25. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം. ആര് ആർക്ക് എന്ത് തരാം എന്നാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനം ഗിദയോന് സ്വർണ്ണകുണ്ടലങ്ങൾ തരാം എന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ ജനം ഗിദയോന് സ്വർണ്ണകുണ്ടലങ്ങൾ തരാം എന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ ജനം ഗിദയോന് സ്വർണ്ണകുണ്ടലങ്ങൾ എങ്ങനെ തരാം എന്നാണ് പറഞ്ഞത്? ഉത്തരം സന്തോഷത്തോടെ. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം. ചോദ്യം 95. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഉത്തരം ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. കൊള്ളയിൽ കിട്ടിയ കുണ്ടലം ഇസ്രായേൽ ജനം എവിടെയാണ് ഇട്ടത്? ഉത്തരം വിരിച്ച വസ്ത്രത്തിൽ. ന്യായാധിപന്മാർ 8:26. അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം 1700 ഷെക്കലായിരുന്നു. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. അടുത്ത ചോദ്യം, ഗിദയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു? ഉത്തരം 1700 ഷെക്കൽ. 1700 ഷെക്കലായിരുന്നു
പൊൻകുണ്ടലങ്ങളുടെ തൂക്കം. ചോദ്യം 98. 1700 ഷെക്കലിനു പുറമെ ഗിദെയോന് മറ്റെന്തെല്ലാമാണ് ലഭിച്ചത്? ഉത്തരം മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവ. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട. ന്യായാധിപന്മാർ 8:27. ഗിദെയോൻ അവ കൊണ്ട് ഒരു ഏഫോദ് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. മിദ്യാൻ ഇസ്രായേലിന് കീഴടങ്ങി. ന്യായാധിപന്മാർ 8:27. ഗിദെയോൻ ലഭിച്ച കൊള്ള മുതലുകൊണ്ട് എന്താണ് നിർമ്മിച്ചത്? ഉത്തരം ഒരു എഫോദ്. ഗിദെയോൻ ലഭിച്ച കൊള്ള മുതലുകൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ചു. ചോദ്യം 100. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം തന്റെ പട്ടണമായ ഓഫ്രായിൽ. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് തന്റെ പട്ടണമായ ഓഫ്രായിലാണ് സ്ഥാപിച്ചത്. ചോദ്യം 101. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചപ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? ഉത്തരം അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത ചെയ്തു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ച് കർത്താവിനോട് അവിശ്വസ്തത ചെയ്തു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. എന്താണ് കെണിയായി തീർന്നത്? ഉത്തരം ഗിദെയോൻ ഓഫ്രായിൽ സ്ഥാപിച്ച എഫോദ്. ഗിദെയോൻ ഓഫ്രായിൽ സ്ഥാപിച്ച എഫോദാണ് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നത്. അടുത്ത ചോദ്യം. ഗിദെയോൻ ഓഫ്രായിൽ സ്ഥാപിച്ച എഫോദ് എങ്ങനെയാണ് കെണിയായി തീർന്നത്? ഉത്തരം ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ച് കർത്താവിനോട് അവിശ്വസ്തത ചെയ്തതുകൊണ്ട്. ഇസ്രായേൽക്കാർ എഫോദിനെ ആരാധിച്ച് കർത്താവിനോട് അവിശ്വസ്തത ചെയ്തതുകൊണ്ട് അത് കെണിയായി തീർന്നു. ആരാണ് ഇസ്രായേലിന് കീഴടങ്ങിയത്? ഉത്തരം മിദ്യാൻ. ന്യായാധിപന്മാർ 8:28. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദെയോന്റെ കാലത്ത് 40 വർഷം ദേശത്ത് ശാന്തിയുണ്ടായി. ചോദ്യം 105. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആർക്കാണ് വീണ്ടും തലയുയർത്താൻ കഴിയാതിരുന്നത്? ഉത്തരം മിദ്യാൻകാർക്ക്. ഗിദെയോന്റെ കാലത്ത് ദേശത്ത് എത്ര വർഷം ശാന്തിയുണ്ടായി? ഉത്തരം 40 വർഷം. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 8-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം ഏതാണ്? ഉത്തരം ഗിദെയോന്റെ മരണം. 8-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഗിദെയോന്റെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ന്യായാധിപന്മാർ 8:29. യോവാഷിന്റെ മകൻ ജെറുബ്ബാൽ മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. യോവാഷിന്റെ മകൻ ജെറുബ്ബാൽ മടങ്ങിവന്ന് എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം സ്വന്തം വീട്ടിൽ. ന്യായാധിപന്മാർ 8:30. ഗിദെയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അടുത്ത ചോദ്യം. ഗിദെയോന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഉത്തരം അനേകം ഭാര്യമാർ. ചോദ്യം 110. ഗിദെയോന് ഭാര്യമാരിൽ എത്ര പുത്രന്മാർ ജനിച്ചു? ഉത്തരം 70 പുത്രന്മാർ. ഗിദെയോന് ഭാര്യമാരിൽ 70 പുത്രന്മാർ ജനിച്ചു. ന്യായാധിപന്മാർ 8:31. അവന് ഷെക്കേമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി. അബിമേലെക്ക് എന്ന് അവന് പേരിട്ടു. ചോദ്യം 111. ഗിദെയോന് ഷെക്കേമിലെ ഉപനാരിയിൽ ഉണ്ടായ പുത്രന്റെ പേരെന്താണ്? ഉത്തരം അബിമേലെക്ക്. ന്യായാധിപന്മാർ 8:32. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം വൃദ്ധനായി മരിച്ചു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. ചോദ്യം 113. യോവാഷിന്റെ പുത്രൻ ഗിദെയോനെ എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. ന്യായാധിപന്മാർ 8:33. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു. ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചോദ്യം 114. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഉത്തരം കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി.
ചോദ്യം 115. ഗിദെയോൻ മരിച്ചയുടനെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയത് ആരാണ്? ഉത്തരം ഇസ്രായേൽ. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ ആരെയാണ് ആരാധിച്ചത്? ഉത്തരം ബാൽ ദേവന്മാരെ. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ ബാൽ ദേവന്മാരെ ആരാധിച്ചു. ഗിദെയോൻ മരിച്ചയുടനെ ആരെയാണ് ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത്? ഉത്തരം ബാൽബെറീത്തിനെ. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ബാൽബെറീത്തിനെ എപ്പോഴാണ് ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത്? ഉത്തരം ഗിദെയോൻ മരിച്ചയുടനെ. ന്യായാധിപന്മാർ 8:33 പ്രകാരം ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ എന്തെല്ലാമാണ് പ്രവർത്തിച്ചത്? ഉത്തരം ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ന്യായാധിപന്മാർ 8:34 ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല. ഇസ്രായേൽ ആരെ സ്മരിച്ചില്ല എന്നാണ് ന്യായാധിപന്മാർ 8:34 പറയുന്നത്? ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ചോദ്യം 121. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതാരാണ്? ഉത്തരം ദൈവമായ കർത്താവ്. ആര് ചെയ്ത നന്മകൾ ഇസ്രായേൽ മറന്നു എന്നാണ് ന്യായാധിപന്മാർ 8:34 പറയുന്നത്? ഉത്തരം ജെറുബ്ബാൽ, അതായത് ഗിദെയോൻ ചെയ്ത നന്മകൾ. ജെറുബ്ബാൽ ചെയ്ത അല്ലെങ്കിൽ ഗിദെയോൻ ചെയ്ത നന്മകൾ ഇസ്രായേൽ മറന്നു. ആരുടെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല എന്നാണ് ന്യായാധിപന്മാർ 8:34 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഗിദെയോന്റെ. ഗിദെയോന്റെ കുടുംബത്തോട് കരുണ കാണിച്ചില്ല. ചോദ്യം 125. ഗിദെയോന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിക്കാതിരുന്നത് ആരാണ്? ഉത്തരം ഇസ്രായേൽ. ഗിദെയോന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിക്കാതിരുന്നത് ഇസ്രായേലാണ്.